സഹജീവികൾക്കായി കത്തിയിരുന്ന സൂര്യൻ എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ രാഗേഷ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്. രാഗേഷിനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആക്കിയപ്പോൾ ഒരു IAS ഉദ്യോഗസ്ഥയായ ദിവ്യ S. അയ്യർ അദ്ദേഹത്തെക്കുറിച്ച് ചില പ്രശംസാ വചനങ്ങൾ അല്ലെങ്കിൽ സ്തുതിവാചകങ്ങൾ ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി. അവരുടെ വാക്കുകളും ഇപ്പോൾ രാഗേഷിന്റെ ഈ വാഴ്ത്തുപാട്ടും തമ്മിൽ എന്തോ സാമ്യമുള്ളതായി ചിലർക്ക് തോന്നിയേക്കാം. അന്ന് കർണനായിരുന്നു, ഇവിടെ സൂര്യനാണ്. സൂര്യഭഗവാന്റെ മകനാണ് കർണൻ. രാഗേഷ് പറയുന്നത് പോലെ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വേണ്ടി ധാരാളം ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള ആളാണ്, നല്ലപോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ലാതെ അദ്ദേഹം ആർക്കെങ്കിലും വേണ്ടി എരിഞ്ഞു തീരുന്നതായിട്ട് നമ്മൾ കേരളത്തിലെ ജനങ്ങള് കണ്ടിട്ടില്ല. അദ്ദേഹം ഭരണത്തിൽ ഏറിയപ്പോൾ അല്ലെങ്കിൽ ഭരണത്തിന് തലപ്പത്തെത്തിയപ്പോൾ സ്വയം നന്നാവുകയാണ് ചെയ്തത് എന്നുള്ളതാണ് അനുഭവം. പക്ഷെ നമ്മുടെ ഇന്നത്തെ ഉപന്യാസ വിഷയം ഇതൊന്നുമല്ല. നമ്മുടെ സൂര്യഭഗവാന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കപ്പുറത്ത് ഒരു ഇഞ്ചെങ്കിലും ആ ലക്ഷ്മണ രേഖ കടന്നു പോയാൽ അത് സ്വന്തം സഹപ്രവർത്തക, അടുത്ത സഹപ്രവർത്തക, കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ആണെങ്കിലും അല്ലെങ്കിലും അവരുടെ മേൽ മാരകമായ സൂര്യതാപം വീണ് അവര് കത്തിയെരിയും എന്നതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. 75 വയസ്സ് തികഞ്ഞതിനെ തുടർന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തായ ശ്രീമതി ടീച്ചർ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രത്യേക ഇളവ് വാങ്ങി കേന്ദ്ര കമ്മിറ്റിയിൽ തുടരുകയും അതിന്റെ ബലത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തപ്പോൾ പിണറായി വിജയൻ അവരെ വിലക്കി. ശ്രീമതി ടീച്ചർക്ക് യാതൊരു വിലക്കുകളുമില്ല എന്ന മറുവാദവുമായി പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി രംഗത്ത് വന്നു. തന്നെ ആരും വിലക്കിയിട്ടില്ലെന്ന് ചെറിയ വളരെ മൃദുവായ സ്വരത്തിലാണെങ്കിലും PK ശ്രീമതി ടീച്ചറും പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം CPM-ൽ ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകളുടെയും അതൃപ്തിയുടെയും ലക്ഷണങ്ങളാണ്. അതിന്റെ പുകച്ചുരുളുകളാണ് ഇപ്പോൾ നമ്മൾ പുതിയ AKG സെന്ററിന്റെ മുകളിൽ കാണുന്നത്. ശ്രീമതി ടീച്ചർ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും സംസ്ഥാന സമിതിയിൽ നിന്നും പുറത്തായപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കേണ്ടതായിരുന്നു. അവരെ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ തന്നെ ഒരു ഇളവിന് വേണ്ടി പരിശ്രമിച്ചതാണ്. പക്ഷെ നടന്നില്ല. പിണറായി വിജയനും MV ഗോവിന്ദൻ മാർക്സും അത് സമ്മതിച്ചു കൊടുത്തില്ല. പക്ഷെ മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടന്നപ്പോൾ അവർ കേന്ദ്ര നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തി. കേന്ദ്ര നേതൃത്വം എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ അറിയാതെ ആയിരിക്കണമല്ലോ. ആ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് ഇവര് മഹിളാ അസോസിയേഷൻ പ്രസിഡന്റ് ആണല്ലോ എന്ന ഒരു കണക്കുകൂട്ടലിൽ അവർക്ക് ഇളവ് കൊടുത്തു, കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിർത്തി. അതിന്റെ ബലം എന്ന് പറയേണ്ട സ്വാഭാവികമായിട്ടും കേന്ദ്ര കമ്മിറ്റിയിൽ അംഗമായ ഒരാൾക്ക് കീഴ്ഘടകങ്ങളായ സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പങ്കെടുക്കാൻ അവകാശവും അധികാരവുമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 19-ാം തീയതി നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അവർ പങ്കെടുക്കാൻ വന്നപ്പോഴാണ് വളരെ പരസ്യമായിട്ട് പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രി, പാർട്ടിയുടെ എല്ലാം കാരണഭൂതൻ, അവരെ ആ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കിയത്. മഹിളാ അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയിലാണ് നിങ്ങൾക്ക് ഇളവ് നൽകിയിരിക്കുന്നതും, അല്ലാതെ ഇവിടെ കേരളത്തിൽ നിങ്ങൾക്ക് ആരും ഇളവ് നൽകിയിട്ടില്ല എന്നുമാണ് സൂര്യഭഗവാൻ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ശ്രീമതി ടീച്ചറോട് പറഞ്ഞത്. 19-ാം തീയതിയിലെ സെക്രട്ടേറിയറ്റിൽ ശ്രീമതി ടീച്ചർ ചെന്നത് ആരെങ്കിലും ക്ഷണിച്ചിട്ടാണോ വിളിച്ചിട്ടാണോ പറഞ്ഞിട്ടാണോ എന്ന് അറിയില്ല. പക്ഷെ അവിടെ വെച്ച് പാർട്ടി സംസ്ഥാന ഘടകത്തിന്റെ വിലക്ക് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. അത് MV ഗോവിന്ദൻ അല്ല പറഞ്ഞത്. വാസ്തവത്തിൽ ശ്രീമതി ടീച്ചർ സെക്രട്ടേറിയറ്റിൽ വരുന്നത് അഹിതമാണെങ്കിൽ, ഹിതകരമല്ലെങ്കിൽ അവർക്കതൊരു കത്ത് കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ടെലിഫോണിൽ വിളിച്ച് പറയാമായിരുന്നു നിങ്ങൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വരേണ്ട കാര്യമില്ല എന്ന്. അതൊന്നും ചെയ്യാതെ അവർ കണ്ണൂരിൽ നിന്ന് തീവണ്ടി കയറി ഇവിടെ വന്ന് രാവിലെ യോഗത്തിന് ചെന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സത്യം പറഞ്ഞാൽ ശ്രീമതി ടീച്ചറെ അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു അത്. ഒരു വനിതാ നേതാവ് അവര് പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ അവര് മേലാൽ പങ്കെടുക്കാൻ പാടില്ല എന്നൊരു വിലക്ക്
അവിടെ വെച്ച് പറയുന്നത്, അല്ലെങ്കിൽ ആ വിലക്കിന്റെ ഉത്തരവ് അവിടെ വെച്ച് കൽപ്പിക്കുന്നത് തീർച്ചയായും അവരെ അവമാനിക്കുന്നതിന് തുല്യമായി പോയി. പിന്നീട് നടന്ന AKG സെന്ററിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അവര് പങ്കെടുത്തു. അതിന്റെ പിറ്റേന്ന് സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു. അതിൽ അവരെ ആരും വിളിച്ചുമില്ല, അതിൽ സംബന്ധിച്ചുമില്ല. അന്ന് ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ CPM-ന്റെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കൊരു വിരുന്ന് നൽകി. ആ വിരുന്നിലേക്ക് പോലും നമ്മുടെ ശ്രീമതി ടീച്ചറെ ക്ഷണിച്ചില്ല. നമ്മുടെ ചെലവൊന്നുമല്ല, 2 വറ്റ തിന്നിട്ട് പൊയ്ക്കോട്ടെ എന്ന് കരുതാമായിരുന്നു. അതിനുള്ള ഒരു സൗമനസ്യം പോലും പിണറായി വിജയൻ ശ്രീമതി ടീച്ചറോട് കാട്ടിയില്ല. പിണറായി വിജയന്റെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും അറിവില്ലാതെ കേന്ദ്ര നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കി ശ്രീമതി ടീച്ചർ ഈ ഇളവ് നേടിയെടുത്തത് ഇവിടുത്തെ നേതാക്കൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, പ്രത്യേകിച്ച് പിണറായി വിജയന്. അത് തീരെ പ്രതീക്ഷിച്ചതുമായിരുന്നില്ല. നമ്മൾ ഇവിടെ നിന്ന് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കി വിട്ടതാ. പിന്നീട് കേന്ദ്ര നേതൃത്വത്തിന്റെ ശുപാർശയിൽ അല്ലെങ്കിൽ അവരുടെ കോട്ടയിൽ വീണ്ടും ഇവിടെ വന്ന് അതേ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇരിക്കുകയോ, സ്വന്തം മരുമകനായ മുഹമ്മദ് റിയാസിനെ കേന്ദ്ര കമ്മിറ്റിയിൽ കൊണ്ടുവരുന്നതിന് നടത്തിയ ശ്രമങ്ങൾ നടക്കാതെ പോയുള്ള നിരാശയും സങ്കടവുമായിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ശ്രീമതി ടീച്ചർ ഡാവിൽ വന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇരിക്കുന്നത്. അത് പിണറായി വിജയന് സൂര്യഭഗവാന് ഇഷ്ടപ്പെടുമോ? അവിടെ വെച്ച് തന്നെ ഓൺ ദ സ്പോട്ട് അവരെ വിലക്കി. തനിക്കെതിരായിട്ട് അങ്ങനെ ഒരു വിലക്കില്ലെന്നാണ് ശ്രീമതി ടീച്ചർ പറയുന്നത്. പക്ഷേ MV ഗോവിന്ദൻ അത് സമ്മതിക്കുന്നു, വിലക്കുണ്ട് എന്ന് അംഗീകരിക്കുന്നു. അത് മുഖ്യമന്ത്രി ചെയ്തതല്ല, അത് സംഘടനാപരമായ ഒരു തീരുമാനമാണ്. ശ്രീമതി ടീച്ചർക്ക് ഇളവ് നൽകിയത് കേരളത്തിൽ പ്രവർത്തിക്കാനല്ല, ഇവിടെ തിരുവനന്തപുരത്ത് AKG സെന്ററിൽ വന്നിട്ട് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാനല്ല, അഖിലേന്ത്യാ തലത്തിൽ മഹിളാ അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിനാണ്. അങ്ങനെയുള്ള ആളെന്തിനാണ് ഇവിടെ വന്ന് ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നത്? ശരിയാ, രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും യൂണിറ്റുകളുള്ള ഒരു വലിയ സംഘടനയാണല്ലോ ഈ മഹിളാ അസോസിയേഷൻ എന്ന് പറയുന്നത്. അതിന്റെ പ്രസിഡന്റ് തിരുവനന്തപുരത്ത് നിന്ന് സമയം കളയേണ്ട യാതൊരു കാര്യവുമില്ല. ഈ സംസ്ഥാനങ്ങളിലെല്ലാം കേന്ദ്രഭരണ പ്രദേശങ്ങളില് അവിടെയൊക്കെ പോയിട്ട് സംഘടനാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ട ആളാണ്. അതാണ് ഗോവിന്ദൻ മാർക്സ് പറയുന്നതിന്റെ ന്യായം. ഒന്നാലോചിച്ചാൽ അത് ശരിയല്ലേ? പക്ഷെ മറ്റൊന്ന് ആലോചിക്കുമ്പോൾ, അതായത് 1 മാസം മുമ്പ് ഇവര് കേന്ദ്ര കമ്മിറ്റിയിൽ അംഗമായിരുന്നു. അതിന്റെ പേരിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും പങ്കെടുക്കുമായിരുന്നു. ആ സമയത്തും ശ്രീമതി ടീച്ചർ മഹിളാ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു. അതാണ് ഈ ഗോവിന്ദൻ മാർക്സ് പറയുന്നതിലെ ഒരു വൈരുദ്ധ്യം. കീഴ്ഘടകങ്ങളുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ തന്നെ ആരും വിലക്കിയിട്ടില്ലെന്നാണ് ശ്രീമതി ടീച്ചർ പറയുന്നത്. വിലക്കില്ലെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശമെന്നും അവർ പറയുന്നുണ്ട്. പക്ഷെ ഈ നിർദ്ദേശം, എനിക്ക് കിട്ടിയ ഈ നിർദ്ദേശം ആര് നൽകിയതാണ് എന്ന് ടീച്ചർ പറയുന്നില്ല. ടീച്ചർ പറയുന്നത് ഞാൻ കേരളത്തിലുണ്ടെങ്കിൽ എനിക്ക് ഈ യോഗങ്ങളിൽ പങ്കെടുക്കാൻ ഞാൻ പങ്കെടുക്കും എന്നാണ്. പക്ഷേ സെക്രട്ടേറിയറ്റ് യോഗം നടക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവണം എന്നില്ലല്ലോ. പറഞ്ഞല്ലോ, 28 സംസ്ഥാനങ്ങള്, 8 കേന്ദ്രഭരണ പ്രദേശങ്ങളില് അവിടെയൊക്കെ പോകേണ്ട തിരക്കില്ലേ? അപ്പോ സാധാരണഗതിയിൽ സെക്രട്ടേറിയറ്റ് നടക്കുമ്പോൾ ഞാൻ കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ഞാൻ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നുമില്ല. പങ്കെടുക്കാൻ തടസ്സമില്ല, പക്ഷെ സ്ഥലത്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ വിവാദമൊക്കെ ഉണ്ടായപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചത് പുതിയ ജനറൽ സെക്രട്ടറി MA ബേബി എന്ത് പറയുന്നു എന്നുള്ളതാണ്. തന്റെ ഘടകമായ കേന്ദ്ര കമ്മിറ്റിയിലെ ഒരംഗമാണ് ശ്രീമതി ടീച്ചർ. അവർക്ക് പറ്റിയൊരു ദുര്യോഗം, അത് സംബന്ധിച്ച് ദേശീയ ജനറൽ സെക്രട്ടറി അഭിപ്രായം പറയണമല്ലോ. അത് മാത്രമല്ല, സംഘടനാ തത്വങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളാണ് ബേബി സഖാവ്. കേന്ദ്ര കമ്മിറ്റിയിൽ അംഗമായ ഒരു വ്യക്തിക്ക് അവരുടെ ഏത് കീഴ്ഘടകങ്ങളുടെ യോഗത്തിലും പങ്കെടുക്കാമെന്നുള്ളത് പാർട്ടി തത്വമാണ്, പാർട്ടിയുടെ സംഘടനാ രീതിയാണ്. അത് നന്നായിട്ട് അറിയാവുന്ന ആളാണല്ലോ MA ബേബി. ബേബിച്ചായം പക്ഷേ കള്ളിനും ചക്കരിക്കും ഒരേ സമയം ചെത്തുന്ന ഒരു നയമാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. വ്യക്തമായിട്ടോ കൃത്യമായിട്ടോ എന്തെങ്കിലും പറയാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. ശ്രീമതി ടീച്ചർക്ക് വിലക്കൊന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാമോ, സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാമോ, അതിനെന്തെങ്കിലും തടസ്സമുണ്ടോ? ആ കൃത്യമായ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരമില്ല. ഒരു പാർട്ടി കമ്മിറ്റിയിലും പങ്കെടുക്കുന്നതിന് അവർക്ക് വിലക്കില്ല. സംഘടനാപരമായി തീരുമാനിച്ചാൽ ഇതിലെല്ലാം പങ്കെടുക്കാം. സഖാവെ, എന്താണ് അതിന്റെ അർത്ഥം? ഈ സംഘടനാപരമായി തീരുമാനിച്ചാൽ എന്ന്. ഈ തീരുമാനമില്ലെങ്കിൽ പാർട്ടിയുടെ രീതി അനുസരിച്ച്, പാർട്ടിയുടെ സംവിധാനം അനുസരിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗമായ ശ്രീമതി ടീച്ചർക്ക് സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പങ്കെടുക്കാമോ?
അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും പ്രത്യേക തീരുമാനം വേണോ? അത് വേണമെന്നാണെങ്കിൽ ആ തീരുമാനം ആരാണ് എടുക്കേണ്ടത്? ഇത് സംബന്ധിച്ച് ഒരു ക്ലാരിറ്റിയും വ്യക്തതയും ബേബിയുടെ വാക്കുകളിലില്ല. വേണ്ടണം എന്ന ഒരു മട്ടാണ് ബേബിയുടെ വാക്കുകളിൽ തെളിഞ്ഞു കണ്ടത്. അല്ലാതെ പിണറായി വിജയൻ ഏകപക്ഷീയമായി കൽപ്പിച്ച വിലക്ക് അത് തിരുത്താൻ ദേശീയ ജനറൽ സെക്രട്ടറി തയ്യാറായിട്ടില്ല. പിണറായിയെ 100% ശരിവെക്കുന്നുമില്ല. 75 വയസ്സ് കഴിഞ്ഞ് 2 തവണ ഇളവ് നേടി കേന്ദ്ര കമ്മിറ്റിയിലും PBയിലും അംഗമായി പ്രവർത്തിക്കുന്ന, അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സമിതിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പങ്കെടുക്കുന്ന പിണറായി വിജയനാണ് ഈ വിലക്ക് കൽപ്പിക്കുന്നത് എന്നാണ് ഏറ്റവും രസാവഹമായ കാര്യം. അദ്ദേഹം പ്രത്യേക സന്ദർഭങ്ങളിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ പോലും പങ്കെടുക്കാറുണ്ട്. പക്ഷേ കേന്ദ്ര കമ്മിറ്റി ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് പൂർണ്ണ തോതിലുള്ള ഒരു അംഗമായിരുന്നിട്ട് കൂടി അവരുടെ സംസ്ഥാനത്തെ സ്റ്റേറ്റ് കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പങ്കെടുക്കാൻ അനുവാദമില്ല. അതാണ് ഇപ്പോഴത്തെ CPMന്റെ പുതിയ സംഘടനാ രീതി. തന്റെ ഹിതത്തിന് വിരുദ്ധമായി ശ്രീമതി ടീച്ചർ കേന്ദ്ര കമ്മിറ്റിയിൽ അംഗമായത്, പ്രത്യേക ഇളവ് നേടി ആ സമിതിയിലെത്തിയത് പിണറായി വിജയന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. നാം തീരുമാനിച്ചതിനപ്പുറത്ത് ശ്രീമതി ടീച്ചറെ പോലുള്ള ആളുകൾ അവരുടെ സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ നടത്തിയെടുക്കുകയാണ്. അതുപോലെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാർക്സിനും ശ്രീമതി ടീച്ചറോട് അത്ര വലിയ താല്പര്യമില്ല. കണ്ണൂർ ജില്ലയിലെ ചില അസ്വസ്ഥതകളും അതൃപ്തികളും ഒക്കെ ഈ തീരുമാനത്തിന്റെയും അല്ലെങ്കിൽ ഈ ഇഷ്ടക്കേടുകളുടെയും ഒക്കെ പിന്നിലുണ്ട്. EP ജയരാജനും ശ്രീമതി ടീച്ചറും ഒക്കെ ഉറക്കെ പറയുന്നില്ലെങ്കിലും വ്യത്യസ്ത നിലപാടുകളുള്ള ആളുകളാണ്. അവര് പാർട്ടിയുടെ പുറത്തല്ലെ പാർട്ടിയിൽ പോലും അതൊന്നും തുറന്നു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. KK രാഗകൃഷ്ണനെ ജില്ലാ സെക്രട്ടറി ആക്കിയതിൽ അതൃപ്തിയുള്ളവർ കണ്ണൂരിലുണ്ട്. അതാരാണെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ മുഹമ്മദ് റിയാസിനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നതിന് അസംതൃപ്തിയുള്ള ചില ആളുകളുടെ ഒരു ഗ്രൂപ്പ് ഏകീകരണവും അല്ലെങ്കിൽ ഒരു സമാഹരണവും കണ്ണൂരിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. കണ്ണൂരിലെ വിഷയങ്ങൾ കൂടാതെ പാർട്ടിയുടെ ഇന്നത്തെ പോക്കിൽ, അതായത് പിണറായി വിജയന്റെ കയ്യിൽ പാർട്ടി ഒതുങ്ങി നിൽക്കുന്നതിന്, അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ മാത്രം നടപ്പാകുന്നതിൽ അതൃപ്തിയുള്ള ധാരാളം ആളുകൾ ഇന്ന് പാർട്ടിയിലുണ്ട്. അവരാരും അത് പുറത്തു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പാർട്ടിയിൽ പരിഗണിക്കപ്പെടുന്നതിന്, മേൽക്കമ്മിറ്റികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് പാർട്ടി പ്രവർത്തനത്തിലെ മികവ് മാത്രമല്ല മാനദണ്ഡം എന്നൊരവസ്ഥ ഇന്ന് പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റു ചില പരിഗണനകളാണ്. ഇത് പാർട്ടി ഒരു കോർപ്പറേറ്റ് രീതിയിലേക്ക് മാറിയിരിക്കുന്നതിന്റെ ലക്ഷണങ്ങളായിട്ട് ചിലര് കാണുന്നുണ്ട്. എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ 8 പേരാണ് ഒറ്റയടിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വന്നത്. ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കാൻ എന്ന പേരിലായിരുന്നു എങ്കിലും അത് വളരെ അസാധാരണമായ ഒരു നടപടിയായിരുന്നു. അവിടെ സംസ്ഥാന സമ്മേളന പ്രതിനിധികളല്ലായിരുന്നവർ പോലും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്നു. ഇന്നിപ്പോൾ ചിലര് റോക്കറ്റിന്റെ വേഗതയിലാണ് പാർട്ടിയിലെ കേന്ദ്ര കമ്മിറ്റിയിൽ അംഗമാകുന്നതും സംസ്ഥാന സമിതിയിൽ വരുന്നതുമൊക്കെ. ഇതൊക്കെ അസ്വസ്ഥതയും അതൃപ്തിയും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എഴുന്നേറ്റ് നിന്ന് ഉറക്കെ ഇത് വിളിച്ചു പറയാൻ പറ്റുന്ന ഒരാള് ഇന്ന് പാർട്ടിയിലില്ല എന്നുള്ളതാണ് വസ്തുത. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി എടുക്കുന്ന നിലപാട്, അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ജനറൽ സെക്രട്ടറി സ്ഥാനം പിണറായി തന്ന ഒരു ദാനമാണെന്ന് കരുതി അദ്ദേഹത്തിന്റെ വിനീത വിധേയനായി ബേബി സഖാവ് തുടരുമോ, അതോ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുമോ? പാർട്ടിയാണ് എല്ലാറ്റിനും മുകളിലെന്ന തോന്നലോടുകൂടി അദ്ദേഹം പ്രവർത്തിക്കുമോ? ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് കീഴ്ഘടകങ്ങളിൽ പങ്കെടുക്കാൻ ആവില്ല, അല്ലെങ്കിൽ അതിന് അനുമതിയില്ല എന്ന ഈ പ്രത്യേക സാഹചര്യം കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യുമോ? ഇതൊക്കെ ഇന്ന് കേരളം താല്പര്യപൂർവ്വം ഉറ്റുനോക്കുന്ന ചില കാര്യങ്ങളാണ്. ഇന്നല്ലെങ്കിൽ നാളെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ MA ബേബിക്ക് നിവർന്നു നിന്ന് സംസാരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ CPMന്റെ നിലനിൽപ്പ് അവതാളത്തിലാവുകയും ചെയ്യും.